പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതയാമത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പുതിയ പ്രഭാതം കണ്ട് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവം തന്ന ഈ പുതിയ പ്രഭാതത്തിൽ ദൈവത്തിന് എല്ലാ മഹത്വവും കരയേറ്റുവാൻ ദൈവം നമുക്ക് തരുന്ന സാവകാശങ്ങൾക്കായി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. എബ്രായ ലേഖനം 11 അധ്യായം അതിന്റെ 21 വാക്യം. വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തിങ്കൽ യോസേപ്പിന്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തന്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു. യഥാർത്ഥ വിശുദ്ധന്മാർ മരണസമയത്ത് പോലും ഒരു ഭാരമല്ല, മറിച്ച് അനുഗ്രഹമായിരിക്കുമെന്ന് ഈ വാക്യം നമ്മൾക്ക് ഒരു അറിവ് തരികയാണ്. യാക്കോബ് മരണസമയത്തും ഒരു അനുഗ്രഹമായിരുന്നു. അവൻ യോസേപ്പിന്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിച്ചു. നാം അനുഗ്രഹമായിരിക്കാൻ വിശ്വാസം നമ്മെ സഹായിക്കുന്നു. വിശ്വാസത്താൽ യാക്കോബ് നമസ്കരിച്ചു എന്നവിടെ എഴുതിയിരിക്കുന്നു. നമ്മുടെ അന്ത്യശ്വാസം വരെയും കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ വിശ്വാസം നമ്മെ സഹായിക്കുന്നു. യാക്കോബ് എങ്ങനെയാണ് ആരാധിച്ചത്? തന്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട്. വടിയുടെ അറ്റത്ത് ചാരുക എന്നത് ദൈവത്തിന്റെ ഉന്നതമായ വാഗ്ദത്തങ്ങളിൽ ആശ്രയിക്കുക എന്നതാണ്. ഇത് വിശ്വാസത്തിന്റെ മറ്റൊരു ഫലമാണ്. യേശുവിനെ പോലെ അന്ത്യനിമിഷം വരെ ദൈവത്തെ ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യവും സാവകാശവും യാക്കോബിന് ലഭിച്ചു. മരിക്കുമ്പോൾ യേശു തന്റെ ആത്മാവിനെ ദൈവത്തിങ്കൽ സമർപ്പിച്ചു. തന്റെ മരണസമയത്ത് ജാതീയ ദേശത്ത് അന്യദൈവങ്ങളുടെ നടുവിലായിരുന്നിട്ടും യാക്കോബ് തന്റെ വിശ്വാസം കാത്തു. സത്യ നമസ്കാരികൾ അന്ത്യനിമിഷം വരെയും മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായിരിക്കും. യാക്കോബ് യോസേപ്പിന്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിച്ചു. തന്റെ ഇരുകരങ്ങളും കൊണ്ട് അവൻ അനുഗ്രഹിച്ചു. യേശുവും അങ്ങനെ തന്നെ ചെയ്തു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 24:50 നമുക്കത് കാണാൻ കഴിയും. ഇത് മറ്റുള്ളവരെ ആത്മീകവും ഭൗമികവുമായ അനുഗ്രഹങ്ങളാൽ അനുഗ്രഹിക്കുന്നതിന് നിഴലാണ്. നമ്മുടെ അന്ത്യനിമിഷം വരെയും കർത്താവിനെ ആരാധിക്കുവാനുള്ള കൃപ കർത്താവ് നമുക്ക് തരുമാറാകട്ടെ. അവന്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. അവൻ വരുവാൻ താമസിച്ചാൽ മരണത്തിൽ സ്വർഗീയ ഭവനത്തിലേക്ക് നമ്മെ ചേർക്കുവാൻ ദൈവം പ്രസാദിക്കട്ടെ. നമുക്കും കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ നല്ല പ്രഭാത സമയത്തിനായി സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ ഈ പ്രഭാതയാമത്തിൽ ചില നിമിഷങ്ങൾ ചിലവഴിക്കുവാൻ, അവിടുത്തെ നന്മകളെ ഓർക്കുവാൻ, അവിടുത്തെ ഉപകാരങ്ങളെ ധ്യാനിക്കുവാൻ, അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകൾക്കും ഉപകാരങ്ങൾക്കും നന്ദി പറയുവാൻ അവിടുന്ന് തന്ന വിലപ്പെട്ട ഈ സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനേകർക്ക് ലഭിക്കാതെ പോയ ഈ വിലപ്പെട്ട നിമിഷങ്ങൾ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ തന്നതിനായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. മരണസമയത്തും അനുഗ്രഹിക്കുന്നവരായി തീരുവാൻ യാക്കോബിനെ പോലെ ഒരു നല്ല ഉദാഹരണമായി ജീവിപ്പാൻ ഞങ്ങളെയും സഹായിക്കണമേ. അവിടുത്തെ കരങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കേൾപ്പിച്ച ആലോചനകളുടെ മുൻപാകെ ഞങ്ങളെ സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് ഇടപെട്ടതിനായി സ്തോത്രം. കൃപയുടെ കരങ്ങളിൽ താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.